ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നത് റൈറ്റ്സ് ലിമിറ്റഡിൽ നിന്നാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എൻ്റർപ്രൈസസ് കമ്പനി ആയിട്ടുള്ള റൈറ്റ്സിൽ നിന്നാണ് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. സോ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് 22/7/2026. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 16/8/2026. ദ ഇഷ്യൂ ഓഫ് അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്നത് 18/8/2026. ഡേറ്റ് ഓഫ് റിട്ടേൺ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് 21/8/2026. സോ ഏതൊക്കെ പോസ്റ്റാണെന്ന് നോക്കാം. മാനേജർ എക്കോളജി ആൻഡ് ബയോഡൈവേഴ്സിറ്റി, അസിസ്റ്റൻറ്റ് മാനേജർ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന 2 പോസ്റ്റിലേക്കാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. 40 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കുക. 16/8/2026 കട്ട് ഓഫ് ഡേറ്റ് പറയുന്നത്. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽഡ് ക്വാളിഫിക്കേഷൻ നോക്കാം. മാനേജർ എക്കോളജി ആൻഡ് ബയോഡൈവേഴ്സിറ്റി വരുന്ന ക്വാളിഫിക്കേഷൻ മാസ്റ്റർ ഡിഗ്രി ഇൻ ലൈഫ് സയൻസ് ലൈക്ക് സുവോളജി, ബോട്ടണി, ഫോറസ്ട്രി, എൻവയോൺമെൻറ്റൽ സയൻസ്, എക്കോളജി, നാച്ചുറൽ റിസോഴ്സ് മാനേജ്മെൻറ്റ്, എക്കോളജി ആൻഡ് എൻവയോൺമെൻറ്റ്, എക്കോളജി ആൻഡ് ബയോഡൈവേഴ്സിറ്റി, ജിയോഗ്രഫി ഓർ ഇക്വലൻ്റ് ആണ് പറയപ്പെടുന്ന ക്വാളിഫിക്കേഷൻ. 4 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ആണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ രണ്ടാമത് വിളിച്ചിരുന്ന അസിസ്റ്റൻറ്റ് മാനേജർ എൻവയോൺമെൻറ്റിലേക്കാണെങ്കിൽ നിങ്ങൾ ഫുൾ ടൈം ബാച്ചിലർ ഡിഗ്രി ഇൻ എൻവയോൺമെൻറ്റ് എഞ്ചിനീയറിംഗ് ഓർ ബാച്ചിലർ ഡിഗ്രി ഇൻ എനി ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് വിത്ത് മാസ്റ്റേഴ്സ് ഡിഗ്രി വേണം. മാസ്റ്റർ ഡിഗ്രി എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്, എൻവയോൺമെൻറ്റൽ സയൻസ്, എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റ്, എൻവയോൺമെൻറ്റൽ പ്ലാനിംഗ്, സസ്റ്റൈനബിലിറ്റി ഓർ ഇക്വലൻ്റ് ആണ് പറയപ്പെടുന്നത്. സോ 2 വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ആവുന്നതാണ്. അതിൻ്റെയും കട്ട് ഓഫ് ഡേറ്റ് 16/8/2026 ബേസ് ചെയ്തിട്ടാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി റിട്ടേൺ ടെസ്റ്റിലൂടെയാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് ഓർത്തിരിക്കുക. അതിനുശേഷം ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യും. ഇൻ്റർവ്യൂവിന് ത്രൂ ആയിരിക്കും, പേഴ്സണാലിറ്റി ടെസ്റ്റ് ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കാം. ഇനി കാൻഡിഡേറ്റ് ഷാൾ ഹാവ് ടു പ്രൊഡ്യൂസ് കോപ്പീസ് ഓഫ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ക്ലെയിംഡ് വിച്ച് ഷാൾ ബി വെരിഫൈഡ് ഫോർ ദ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ആസ് ദ അപ്രോപ്രിയേറ്റ് സ്റ്റേജ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇടുന്ന സാലറി പറയുന്നുണ്ട്. മാനേജർ എക്കോളജി ആൻഡ് ബയോഡൈവേഴ്സിറ്റി 50,000 to 1,60,000 വരെയാണെന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഇനി ഫീസ് നോക്കാം. ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. അതിന് നിങ്ങൾക്ക് വരുന്ന എല്ലാ കാൻഡിഡേറ്റിനും 600 രൂപയാണ്. പ്ലസ് ടാക്സസും വരുന്നുണ്ടെന്ന് ഓർത്തിരിക്കാം. കാൻഡിഡേറ്റ് SC/ST PWD കാറ്റഗറി അപ്ലൈ ഫോർ ദ പോസ്റ്റ് നോട്ട് റിസർവ് ഫോർ ദ കാറ്റഗറി വിൽ ഓൾസോ ഹാവ് ടു മേക്ക് പേയ്മെൻറ്റ് ഫുൾ ഫീസ് അറ്റ് ദ സ്റ്റേജ് ഓഫ് ഡ്യൂറേഷൻ ഫോർ. സോ SC/ST PWD കാൻഡിഡേറ്റിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പിന്നീട് നിങ്ങൾ ഇതിന് എക്സാമും ഇൻ്റർവ്യൂ ഒക്കെ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫീസ് റീഫണ്ട് ചെയ്യുന്നു ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സിലബസ് ഒക്കെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടവർക്ക് ഇതിനകത്തുനിന്ന് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് എല്ലാം ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫോം ഓൺലൈൻ ത്രൂ ആണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. സെൽഫ് അറ്റസ്റ്റ് കോപ്പീസ് വേണം നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ വരുന്ന റിട്ടേൺ ടെസ്റ്റും ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത് എവിടെയാണെന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, വെന്യൂ. സോ അതുകൊണ്ട് ജസ്റ്റ് നോക്കാം. ഇനിയും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലൂടെ ചോദിക്കാവുന്നതാണ്. ഞാൻ അതിന് റിപ്ലൈ ചെയ്യാൻ തരും. സോ അതുകൊണ്ട് ജസ്റ്റ് ഓർത്തിരിക്കുക. ഇനി റൈറ്റ്സിൽ ഇന്ത്യ ലിമിറ്റഡിലേക്കാണ് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരെല്ലാം അപ്ലൈ ചെയ്യാം. താങ്ക് യു.